നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനിലെ ഒരു രസകരമായ ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ്. ലെറ്റ് ഡൗൺ എഫക്റ്റ് ഇൻ മൈഗ്രെയിൻ. ഇതിനെ നമ്മൾ പലപ്പോഴും പോസ്റ്റ് സ്ട്രെസ് മൈഗ്രെയിൻ എന്നും വിളിക്കാറുണ്ട്. മൈഗ്രെയിൻ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുണ്ടാവുന്ന ഏറ്റവും സാധാരണമായ തലവേദന. തലയുടെ ഒരു വശത്തുണ്ടാവുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട്, ശബ്ദം കേട്ടാൽ ബുദ്ധിമുട്ട്, തലവേദനയോടൊപ്പം ഛർദ്ദിക്കാനുള്ള തോന്നൽ, ഇതിനെയെല്ലാം ചേർത്താണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. മൈഗ്രെയിൻ നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തലവേദനയും. ഭക്ഷണം മുടങ്ങിയാൽ, വെയിലത്ത് പോയാൽ, ഒത്തിരി ടെൻഷൻ അടിച്ചാൽ, ചില ഭക്ഷണ സാധനങ്ങൾ, ചില സ്മെല്ല്, ഇതെല്ലാം മൈഗ്രെയിനെ ട്രിഗർ ചെയ്യും. എന്നാൽ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുള്ളത്, ഒത്തിരി ടെൻഷൻ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു പരീക്ഷയ്ക്ക് ശേഷം, അതല്ല എങ്കിൽ ചില ആൾക്കാർക്ക് ശനി ഞായറും ജോലിയിൽ നിന്ന് ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ മൈഗ്രെയിൻ വരും. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് തലവേദനയില്ല. പരീക്ഷയുടെ സമയത്ത് തലവേദനയില്ല. അവധിയായി കഴിഞ്ഞാൽ അപ്പോൾ തലവേദന, പിന്നെ ഒരു രക്ഷയില്ല. ഇതിനാണ് ലെറ്റ് ഡൗൺ എഫക്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രെസ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അതിനെ നേരിടാൻ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകളിലൊന്നാണ് കോർട്ടിസോൾ, അഡ്രിനാലിൻ, ഇങ്ങനെയുള്ള ഹോർമോൺസ്. സ്ട്രെസ്സുള്ള കാലഘട്ടത്തിൽ ഈ ഹോർമോണിൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് മൈഗ്രെയിനെ ചെറുത്ത് നിൽക്കും. സ്ട്രെസ്സുള്ള കാലഘട്ടം കഴിഞ്ഞ് ഈ ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ ആ ബ്രെയിനിൻ്റെ ഒരു എക്സൈറ്റബിലിറ്റി ഉണ്ട്. ഈ എക്സൈറ്റബിലിറ്റിയാണ് മൈഗ്രെയിനിലേക്ക് വഴിവെക്കുന്നത്. സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ ഉള്ള ചില കെമിക്കലുകൾ നമ്മുടെ തലച്ചോറിലുള്ളവ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണിവ. ഇവയുടെ ലെവലിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഇതിന് ഒരു കാരണമാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. സമാധാനമായി ഉറങ്ങാം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കാം എന്ന് പറയുന്ന സമയത്ത് ശക്തമായ മൈഗ്രെയിൻ വന്നാൽ ബുദ്ധിമുട്ടാവുമല്ലോ. പക്ഷേ ഇത് പലരിലും ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ച് ഏത് സമയത്താണ് തലവേദന ഉണ്ടാകുന്നതെന്ന് കൃത്യമായി ചോദിച്ചാലേ ഉള്ളൂ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? ഒന്ന്, ഭയങ്കരമായ സ്ട്രെസ്സ് എടുക്കാതിരിക്കുക. ഈ പോസ്റ്റ് സ്ട്രെസ് മൈഗ്രെയിനൊക്കെ പലപ്പോഴും ടൈപ്പ് എ പേഴ്സണാലിറ്റീസിൽ, എന്ന് വെച്ചാൽ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഈ ഒരു കാര്യം ഇന്ന രീതിയിൽ തന്നെ വേണം എന്ന് ശഠിക്കുന്ന ആൾക്കാരിലൊക്കെയാണ് പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് ഒരു സ്മൂത്തായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തുടരുക, ഒത്തിരി സ്ട്രെസ്സ് എടുക്കാതിരിക്കുക, അതാണ് ഒന്നാമത്തെ വഴി. രണ്ട്, വളരെയധികം സ്ട്രെസ്സിൽ നിന്ന് നേരെ കംപ്ലീറ്റ് റിലാക്സേഷനിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കുറച്ച് വർക്ക് ഷെഡ്യൂൾ ലൈറ്റാക്കുക, ശനിയാഴ്ച ദിവസം വെക്കേഷനിലേക്ക് പോവുക. അതല്ല എങ്കിൽ വെള്ളിയാഴ്ച ജോലിക്ക് ശേഷം ശനിയാഴ്ച കുറച്ച് എക്സർസൈസ് ചെയ്യുകയോ യോഗ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ 6 മണിക്കൂർ ദിവസം ഉറങ്ങുന്ന ആൾ വെള്ളിയാഴ്ച രാത്രി കിടന്ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് എണീക്കുന്നത് വരെ അത്രയും നീണ്ട സമയമൊക്കെ കിടന്ന് ഉറങ്ങാതിരിക്കുക. അങ്ങനെ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ അവർ തലവേദനയുമായിട്ടായിരിക്കും എഴുന്നേൽക്കുക. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ, ഒത്തിരി അധികം സ്ട്രെസ്സ്, റിലാക്സേഷൻ, ഇതിലേക്ക് പോകുന്ന ആ ട്രാൻസിഷൻ ഒത്തിരി അബ്രപ്റ്റ് ആക്കാതെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കിയാൽ ഈ പോസ്റ്റ് സ്ട്രെസ് ഹെഡേക്ക് അല്ലെങ്കിൽ ലെറ്റ് ഡൗൺ ഹെഡേക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വഴികൾ സ്വീകരിച്ചിട്ടും തലവേദന ഉണ്ടാകുന്നവരിൽ ആ സമയത്തേക്ക് മാത്രമായി ചിലപ്പോഴൊക്കെ നമ്മൾ ചില മരുന്നുകളും കൊടുക്കും. പ്രൊപ്രാനലോളോ ചില മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ചില മൾട്ടി വൈറ്റമിൻസ് കൊടുത്താൽ പോലും നമുക്ക് ഈ ലെറ്റ് ഡൗൺ എഫക്റ്റിനെ നേരിടാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്കും മൈഗ്രെയിൻ്റെ ഒപ്പം ഇത് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നന്ദി.